ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഡിസൈൻസ് മിക്സ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലൈറ്റിങ്ങിനെ കുറിച്ചാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ലൈറ്റിങ്ങിനെ കുറിച്ച് എന്തിനാ പറയണത്, കടയിൽ പോവാൻ ലൈറ്റ് വാങ്ങാൻ വീട്ടിൽ കൊണ്ടുവന്നില്ല, അതൊന്നല്ല. ഇതിനെ പിന്നീട് ഒരുപാട് സയൻസ് ഉണ്ട്. ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലൈറ്റിംഗ് വളരെ സിമ്പിളാണ്, ബട്ട് ലൈറ്റിംഗ് വളരെ പവർഫുള്ളും കൂടിയാണ്. ഇപ്പൊ 10 സെക്കൻഡ് മുൻപ് നിങ്ങൾ എൻ്റെ മുഖം കണ്ടപ്പോൾ ഇത്രയും ഒരു ഭംഗിയും ഒരു എന്താ പറയുക എലഗൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഐ എം ജോക്കിംഗ്. ബട്ട് ലൈറ്റിംഗ്, ഈ ലൈറ്റ് ഇട്ട വശം ഒരു ചേഞ്ച് ഉണ്ട് അല്ലേ, ഒരു വ്യത്യാസമുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞ് ചെലവാക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലൈറ്റിംഗ് സിമ്പിൾ ആണ് ബട്ട് പവർഫുൾ ആണ്. നമ്മൾ എത്ര നന്നായിട്ട് ഡിസൈൻ ചെയ്താലും ആ ഡിസൈനിന്റെ റിയൽ പൊട്ടൻഷ്യൽ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ നല്ല ലൈറ്റിംഗ് നിർബന്ധമാണ്. സ്റ്റാർ ഹോട്ടൽസിലൊക്കെ പോയിട്ട് നമ്മൾ അവിടെ ലോബിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒട്ടും ബോർ അടിക്കില്ല. കാരണം നമ്മളെ കണ്ണിങ്ങനെ ഫുൾ ടൈം അവിടെ ഇവിടെ ഇങ്ങനെ എൻഗേജ് ആയിട്ടിരിക്കും. കാരണം ചിലപ്പോൾ നല്ല നല്ല വലിയ നല്ല ഭംഗിയുള്ള ഷാൻഡിയ ലൈറ്റ്സ് ഉണ്ടാവും. പിന്നെ ഓരോ എലമെന്റും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, ഇങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തോന്നും. നമ്മളെ കണ്ണിങ്ങനെ എപ്പോഴും ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താണെന്നറിയോ, ലൈറ്റിംഗ് ആണ്. കാരണം അവിടെ ഓരോ എലമെന്റും ലൈറ്റിംഗ് യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കാരണം ഓരോ എലമെന്റിലേക്കും നമ്മളെ കണ്ണ് എപ്പോഴും അട്രാക്ട് ചെയ്യപ്പെടും. അവിടെ ഷാൻഡിയ ലൈറ്റ്സ് ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആണ്. എപ്പോഴും നമ്മൾ ഷാൻഡിയ ലൈറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം അതിലേക്ക് നോക്കി വെക്കും ഉറപ്പായിട്ടും. അപ്പോൾ ഈ ലൈറ്റിംഗ് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഡിസൈനിങ്. സോ ലൈറ്റിംഗ് കാരണം നമ്മളൊരു സ്പേസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യും, ആ സ്പേസിന് ഒരു ലൈഫ് കൊടുക്കുകയാണ് ശരിക്കും ലൈറ്റിംഗ്. മൂഡ് ലൈറ്റിംഗ് എന്താണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈറ്റിങ്ങിന് ഒരു കഴിവുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഒരു എൻവയോൺമെന്റ്, ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യാൻ ലൈറ്റിങ്ങിന് സാധിക്കും. മൂഡ് ലൈറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത് 3 പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ടാണ്. ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഡെം ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് തോന്നും. സോ നമുക്ക് റെഗുലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ലൈറ്റ് ഉണ്ട്. അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഡിം ചെയ്യാനും ഇന്റൻസിറ്റി കൂട്ടാനും പറ്റും. സോ അടുത്തത് വാംത്ത് ആണ്. ലൈറ്റ് ബ്ലൂ ലൈറ്റ്സ് ആവാം അല്ലെങ്കിൽ വാം ലൈറ്റ്സ് ആവാം. നമ്മൾ ഈ യെല്ലോ ഷെയ്ഡിലുള്ള ലൈറ്റ്സ് ആണ് വാം ലൈറ്റ്സ്. ബ്ലൂ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്റ്റീവ് ആക്കി വെക്കുന്ന കൈൻഡ് ഓഫ് ലൈറ്റ് ആണ്. ബ്ലൂ ലൈറ്റിന്റെ ഒരു സൈഡ് എഫക്ട് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്ലീപ്പിംഗ് ഹാബിറ്റിനെ എഫക്ട് ചെയ്യും. രാത്രി നമ്മൾ ബ്ലൂ ലൈറ്റിന്റെ എക്സ്പോഷറിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഉറങ്ങുന്നോ? ബാക്കിയുള്ളവർ ഉറക്കം കളഞ്ഞിട്ട് നീ കിടന്ന് ഉറങ്ങുന്നോ? ഇതെന്ത് പാട്, ഞാനാണ് നിന്റെ ഉറക്കം കളഞ്ഞത്. ബട്ട് ഇൻ കേസ് വാം ലൈറ്റ് ആണെങ്കിൽ അത് നമ്മുടെ ബോഡിക്ക് ഒരു റിലാക്സിങ് ഫീൽ ആണ് കൊടുക്കുക. കാരണം നല്ല ലൈറ്റിൽ അത് ഡേ ആണെന്നുള്ളൊരു ഫീലിംഗ് ആണ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ബ്ലൂ ലൈറ്റിൽ എപ്പോഴും ഉറങ്ങാനുള്ള ടൈം അല്ല, ആക്റ്റീവ് ആയിട്ട് ഉള്ള ഡേ ടൈം ആണെന്നുള്ളൊരു ഫീലിംഗ് ആണ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുക. ഇൻ കേസ് അത് വാം ലൈറ്റ് ആകുമ്പോൾ ഉറങ്ങാനുള്ള ടൈമായി എന്നൊരു ഫീലിംഗും പെട്ടെന്ന് ഉറക്കം വരാനും ഹെൽപ്പ് ചെയ്യും. സോ നമ്മുടെ ബെഡ്റൂമിൽ എപ്പോഴും വാം ലൈറ്റ്സ് വെക്കാൻ ശ്രദ്ധിക്കുക. മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു പ്രോപ്പർട്ടിയാണ് കളേഴ്സ്. ഇപ്പോൾ കുട്ടികളുടെ റൂമിലാണെങ്കിൽ നമുക്ക് നല്ല കളേഴ്സ് ഉള്ള ലൈറ്റ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അത് ഇഷ്ടമാവും. പിന്നെ അതുപോലെ തന്നെ ഗെയിമിംഗ് എൻവയോൺമെന്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചില റൂമിൽ നമ്മൾ നിയോൺ ലൈറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ വല്ല എൻവയോൺമെന്റ് ആകുമ്പോൾ അതുപോലുള്ള കളേർഡ് ലൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ ഓരോ കൈൻഡ് ഓഫ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ലൈറ്റ്സ് യൂസ് ചെയ്യാം, അതും ഡിഫറെന്റ് കളേഴ്സിലുള്ളത്. സോ അടുത്തതായിട്ട് നമ്മൾ പറയാനുള്ളത് ആക്സന്റ് ലൈറ്റിങ്ങിനെ കുറിച്ചാണ്. ആക്സന്റ് ലൈറ്റിംഗ് ഒന്നുമല്ല, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൈറ്റിങ്ങിനെ പറയുന്നതാണ് ആക്സന്റ് ലൈറ്റിംഗ്. ആക്സന്റ് ലൈറ്റിങ്ങിന് പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ട്രാക്ക് ലൈറ്റിംഗ്. അപ്പോൾ ബേസിക്കലി ഇങ്ങനെ ഒരു പാത ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലൈറ്റിംഗ് ആണ് ട്രാക്ക് ലൈറ്റിംഗ്. ഇപ്പോൾ LED സ്ട്രിപ്സ് ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് LED സ്പോട്ട് ലൈറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും. സ്പെഷ്യലി ഹോട്ടൽ റൂംസിന്റെ കോറിഡോറിലൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ ആ വഴി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ട്രാക്ക് ലൈറ്റിംഗ്. പിന്നെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പിക്ചർ ലൈറ്റിംഗ് അല്ലെങ്കിൽ സ്പോട്ട് ലൈറ്റിംഗ്. അപ്പോൾ എന്തെങ്കിലും പിക്ചർ നമ്മൾ വാളിൽ തൂക്കിയിടുമ്പോൾ അതിൻ്റെ മുകളിലും താഴെയായിട്ടൊക്കെ കൊടുക്കുന്ന ലൈറ്റ്സും, പിന്നെ എന്തെങ്കിലും സ്കൾപ്ചർ ഒരു സ്റ്റാച്യു ഒക്കെ ഉണ്ടെങ്കിൽ അതും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ലൈറ്റിംഗ് ആണ് പിക്ചർ ലൈറ്റിംഗ് അല്ലെങ്കിൽ സ്പോട്ട് ലൈറ്റിംഗ്. പിന്നെ നമുക്ക് വീട്ടിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്, അണ്ടർ ക്യാബിനറ്റ് ലൈറ്റിംഗ്. ഇപ്പം നമ്മുടെ കിച്ചണിൽ സ്ലാബിന്റെ താഴെ കൂടെ ഒരു LED സ്ട്രിപ്പ് ലൈറ്റിംഗ് കൊടുത്താൽ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ, അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടെക്സ്ചർ, ആ ഫിനിഷ്, അതിന് എന്തെങ്കിലും ഡിസൈൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടും കിച്ചണിനൊരു ലൈഫ് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അണ്ടർ ക്യാബിനറ്റ് ലൈറ്റിംഗ്സ്. പിന്നെ ഉള്ളതാണ് സ്കോൺസസ്. സ്കോൺസസ് എന്ന് പറയുമ്പോൾ പേര് കേട്ട് പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പല ഡിസൈനൊക്കെ ആയിട്ട് വോളും ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് ലൈറ്റ് തരുന്ന ലൈറ്റ്സിനെയാണ് സ്കോൺസസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ കാര്യമായിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക്കും ഇല്ലാത്ത വോളാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ ആകുമ്പോൾ നമുക്കൊരു ചുമ്മാ ഒരു 2, 3, 4 സ്കോൺസസ് ഫിറ്റ് ചെയ്താൽ തന്നെ ആ വോളിന് ഒരു ക്യാരക്ടർ വരും. അപ്പോൾ എളുപ്പം നമുക്ക് ഒരു ബോറിംഗ് ഏരിയനെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുന്ന ഒരു വളരെ ഈസി മെത്തേഡാണ് സ്കോൺസസ് ലൈറ്റിംഗ്. പിന്നെ ആക്സന്റ് ലൈറ്റിംഗ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന എവിടെയാ വെച്ചാൽ ഔട്ട്ഡോഴ്സിലാണ്.
ഇപ്പം നല്ല ലാൻഡ്സ്കേപ്പ് ചെയ്ത ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ പുറത്തുള്ള വല്ല സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ കുറച്ച് സ്റ്റോണൊക്കെ ഇട്ട് സ്റ്റെപ്സ് ഒക്കെ വെച്ച ഏരിയ ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ഓരോ സ്റ്റെപ്പിൻ്റെ അവിടെ ലൈറ്റ് കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആ പാതയിൽ കൂടെ ഇങ്ങനെ LED സ്ട്രിപ്പ് ലൈറ്റിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ ആ പാത ഡിഫൈൻ ആവാണ് അല്ലേ. പിന്നെ ടെക്സ്ചേഴ്സിനും ഉപയോഗിക്കും. ഇപ്പോൾ അവിടെയുള്ള മരം, ഗ്രാസ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഇങ്ങനെ ലൈറ്റിംഗ് കൊടുത്താൽ ഓരോ ടെക്സ്ചേഴ്സ് ഡിഫൈൻ ആവും അല്ലേ. രാത്രി ആയാലും ഇൻട്രസ്റ്റിംഗ് ആവും സ്പേസ്. ഇപ്പോൾ ട്രീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ട്രീസിൻ്റെ തടി അതിൻ്റെ ഒരു ടെക്സ്ചറിന് ലൈറ്റ് കൊടുത്താൽ അത് ഹൈലൈറ്റ് ആവും. പിന്നെ ഓരോ ഇലയ്ക്കും ഓരോ ടെക്സ്ചേഴ്സ് ഉണ്ട്, ഓരോ മരങ്ങളുടെ ഇലയ്ക്കും വേറെ ഇലയ്ക്ക് വേറെ ടെക്സ്ചേഴ്സ് ഉണ്ടാവും. പിന്നെ ഗ്രാസിൻ്റെ ടെക്സ്ചറും ഇതെല്ലാം ഹൈലൈറ്റ് ആവുമ്പോൾ നമ്മളുടെ ആ ഔട്ട്ഡോർ സ്പേസ് വളരെ ലൈവ്ലി ആയിട്ടും ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്ന ഒരു വളരെ ഈസി മെത്തേഡാണ് ആക്സൻ ലൈറ്റിംഗ്. അപ്പോൾ ലൈറ്റിങ്ങിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് തരാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോഡക്ട്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇപ്പം നിങ്ങൾ കണ്ട ബ്യൂട്ടിഫുൾ പ്രോഡക്ട്സ് എല്ലാം സ്പോൺസർ ചെയ്തിട്ടുള്ളത് ബാംബൂസ ക്രാഫ്റ്റി ആണ്. അവർക്ക് ഒരു 1000കണക്കിന് ഡിസൈൻസ് ഉണ്ട്. ലൈറ്റിംഗ് ആയാലും ചെടി നടുന്ന ആക്സസറീസ് ആൻഡ് ഇങ്ങനത്തെ പലതും ഉണ്ട്. സോ ഞാൻ ഇവരുടെ വെബ്സൈറ്റും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും എല്ലാം ലിങ്ക് ചെയ്യുന്നുണ്ട്. സോ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഇവർക്കൊരു എക്സൈറ്റിംഗ് ഡീലുണ്ട്. അതായത് ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് എല്ലാ പ്രോഡക്ട്സും കിട്ടുന്നതാണ്. സോ ഇറ്റ് ഈസ് എ ലിമിറ്റഡ് ടൈം ഓഫർ. നിങ്ങൾക്ക് എന്തെങ്കിലും ലൈറ്റിംഗ് പ്രോഡക്ട്സ് വാങ്ങാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി വാങ്ങുക. അവരുടെ ഹോൾസെയിൽ റേറ്റ്സ് വളരെ ചീപ്പാണ്. സോ കമ്പയർ ചെയ്താലും മനസ്സിലാവും ഹോൾസെയിലും റീറ്റെയിലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സോ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ്സ് വേണമെങ്കിൽ ഇപ്പം തന്നെ പോയി വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുക. നിങ്ങൾ ആലോചിക്കേണ്ടാവും ഇത്രയും സ്പെഷ്യലായിട്ട് എന്തുട്ടാണ് ബാംബൂസ ക്രാഫ്റ്റിക്കുള്ളത്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് നമ്മൾ സാധാരണ ഷോപ്സിൽ പോയി കാണുന്ന ലൈറ്റ്സ് അല്ല. ദീസ് ആർ മെയ്ഡ് ഓഫ് വുഡ്. ബാംബു ആണെങ്കിൽ പോലും കെമിക്കലി ട്രീറ്റഡ് ആണ് ആൻഡ് ഭയങ്കര ഹൈ ക്വാളിറ്റി ജെയിൻ ബാംബു ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വയനാട് നിന്ന് അവർ സ്പെഷ്യലായിട്ട് ഇറക്കുന്നതാണ്. സോ ഒരിക്കലും ഈ പ്രോഡക്ട്സ് നിങ്ങൾ ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. ആൻഡ് ഇവരുടെ ഏറ്റവും ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവർ കസ്റ്റമൈസ് ചെയ്യും. സോ നിങ്ങൾക്ക് എന്ത് ഡിസൈൻ വേണോ, എന്ത് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്നൊരു ഡിസൈനോ ആഗ്രഹം വന്നാൽ തന്നെ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവർ അതേപോലത്തെ ഡിസൈൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതാണ്. ഓക്കെ, വളരെ സ്കിൽഡ് ക്രാഫ്റ്റ്സ്മെൻ ആണ് ഇവരുടെ അടുത്തുള്ളത്. സോ ദ ക്വാളിറ്റി ഈസ് അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് വീട്ടിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാംബൂസ ക്രാഫ്റ്റി നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ലൈറ്റിംഗ് ആക്സസറീസോ വീട്ടിൽ വയ്ക്കുന്ന എന്തെങ്കിലും വുഡൻ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ഇവർ ചെയ്തു തരും. സോ ഞാൻ ലിങ്ക് ചെയ്യുന്നുണ്ട് താഴെ, പോയി നോക്കുക. അവരുടെ വെബ്സൈറ്റ് കണ്ടാൽ തന്നെ യുവർ മൈൻഡ് വിൽ ബി ബ്ലോൺ. കാരണം ഒരുപാട് ഡിസൈൻസ് ഉണ്ട്, ഒരുപാട് ടൈപ്സ് ഓഫ് സാധനങ്ങളുണ്ട്. ലൈറ്റ് ഉണ്ട്, ചെടി നടുന്നതുണ്ട്, ഷോ കേസിൽ ടൈപ്സ് ഉണ്ട്, ഒരുപാടുണ്ട്. സോ ഇവരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻഡ്ലെസ് ആണ്. സോ ആൻഡ് ഇവർ ഒരു മലയാളി ബിസിനസ്സാണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, നമ്മളുടെ നാട്ടുകാരെ വളരാനും അനുവദിക്കുക. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക്. നേരത്തെ കാണിച്ച ലൈറ്റ് ഇതായിരുന്നു. വുഡിൻ്റെ പാറ്റേൺ ഒക്കെ കണ്ടോ, അത് ഒറിജിനൽ സോളിഡ് പൈൻ വുഡാണ്. അത് അവരിങ്ങനെ ഡാർക്ക് ഈ ഒരു ഷെയ്ഡിൽ പോളിഷ് ചെയ്തിട്ടാണ് ഇങ്ങനെ. സോ ഇതൊരു വരച്ചതൊന്നുമല്ല, ഇറ്റ്സ് ഒറിജിനൽ വുഡ്. സോ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് സ്മോൾ, ചെറുതാണ്, നല്ല ക്യൂട്ടാണ്. ഇപ്പോൾ എവിടെയെങ്കിലും തൂക്കിയിട്ടാൽ ഭയങ്കര ഓൾറെഡി ഡെക്കറേറ്റ് ചെയ്തൊരു ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട്. സോ എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ഡ്രസ്സിങ് ഏരിയയിൽ ഓൾറെഡി കുറേ ഡിസൈൻസ് ഒക്കെ ഉള്ള, അപ്പോൾ അവിടെ എനിക്കിനി വീണ്ടും ഭയങ്കര ഭംഗിയും ഡിസൈനുള്ള ലൈറ്റ് ഒന്നും വേണ്ടിയിരിക്കും. സോ ദിസ് ഈസ് എ വെരി സിമ്പിൾ സൊല്യൂഷൻ ഫോർ. അപ്പോൾ ഈ ലൈറ്റ് എവിടെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ചുറ്റും ഈ കവർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സ്ഥലം എന്നൊക്കെ വെച്ചാൽ നമ്മളെവിടെയെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലം. ഇപ്പോൾ അതൊരു ഡ്രസ്സിങ് ടേബിൾ ആവാം, നമ്മുടെ സ്റ്റഡി ടേബിൾ ആവാം, ഒരു ലൈബ്രറി കോർണർ ആവാം. ഡിഫ്യൂഷൻ മെറ്റീരിയൽസ് ഇല്ലാത്തതുകൊണ്ട് നല്ല ബ്രൈറ്റ് ലൈറ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ചീപ്പ്. ഇറ്റ് ഈസ് ആകെ 550 രൂപ. ഓക്കെ, 550 റുപ്പീസ് ഉള്ളൂ. ഇറ്റ് ഈസ് സച്ച് എ ഗുഡ് ബൈ ബിക്കോസ് ഇത് സോളിഡ് വുഡാണ്, ഇത് നാച്ചുറൽ പാറ്റേൺ ആണ്, ഇതിൽ വരച്ചിട്ടൊന്നുമില്ല ഇവർ. ആൻഡ് ഇത് നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിൽ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇത് ഡാർക്കാണ്, ലൈറ്റ് വുഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് വുഡ് ആക്കാം, കുറച്ച് മീഡിയം ടോൺ വേണമെങ്കിൽ മീഡിയം ടോൺ ആക്കാം, ആൻഡ് നല്ല സ്പെഷ്യൽ കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം.
ഈ ബ്യൂട്ടിഫുൾ ലൈറ്റ്സ് ആണ്. സോ ഐ ആം ഇൻ ലവ് വിത്ത് ദം. കാരണം ഇത് യൂസ് ചെയ്തപ്പോൾ ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ്. ഇപ്പൊ തന്നെ കാണുമ്പോൾ ഇതിന്റെ ഷാഡോ എഫക്ട് ഇസ് ബ്യൂട്ടിഫുൾ. ഇതിൽ വരത്തില്ല ബിക്കോസ് ഇതിൽ ലൈറ്റ് ഡിഫ്യൂസ് ചെയ്യാൻ ഇവർ ഒരു വളരെ, നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാം, ടെക്സ്ചർ ചെയ്ത ഒരു വളരെ ഹൈ ക്വാളിറ്റി ഫാബ്രിക് ആണ്, ഒരു തരം പേപ്പർ ആണ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊരിക്കളയാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഉള്ളിലും ഇതേപോലെ ഈ പേപ്പറോ ഫാബ്രിക്കോ ഒക്കെ വെക്കാവുന്നതാണ്. സോ ഇതാണ് ലൈറ്റ് ഷെയ്ഡ് വുഡ് ഇവർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഡാർക്ക് ആയിട്ടും കിട്ടും. ഇത് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് ജെയിൻ ബാംബു നിന്നാണ്. ഇവരുടെ വെബ്സൈറ്റിലെ ഇമേജസ് കണ്ടപ്പോൾ ഞാൻ ഈ ലൈറ്റ്സ് ഇത്രയും വലുതാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇവര് പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് തന്നപ്പോഴാണ് നല്ല വലുപ്പമുണ്ട്. ഇതിന്റെ സർക്കംഫറൻസും ഹൈറ്റും വളരെ വലുതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് പോളിഷ്ഡ് ആണ്. ഈ കളറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ഇത് പോളിഷ് ചെയ്യാം, അല്ലെങ്കിൽ പെയിന്റും ചെയ്യാം. ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഈ പെൻഡന്റ് ലൈറ്റ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടേബിൾ ലാമ്പ് ലൈറ്റാണ്. സോ ഇത് വളരെ വാം സെറ്റിങ്ങിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്തൊക്കെ അടുത്ത് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വളരെ കാം എൻവയറമെൻറ്റ് തരുന്ന ഒരു ലാമ്പാണ് ഇത്. ഈ ലീഫ് പ്രിന്റ് ലൈറ്റാണ്. വളരെ പ്രിസിഷനോടെ കൂടിയാണ് ഈ ലൈറ്റിൻ്റെ ഡിസൈനൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത്. ഉള്ളിൽ പോലും നല്ല സോഫ്റ്റ് ആണ് ആൻഡ് കാണാൻ ലൈക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. കണ്ടാൽ ഇപ്പം നമുക്ക് ഒരു ഫ്ലോവും തോന്നില്ല. സാധാരണ വുഡ് കട്ട് ചെയ്താൽ അതിന് ഇങ്ങനെ കുറച്ച് റഫ് സർഫേസസും കുറച്ച് ഇംപെർഫെക്ഷൻസ് എപ്പോഴും ഉണ്ടാവും വുഡ് കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവരതൊന്നും ഇല്ലാതെ ലൈക്ക് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. പറയാനുള്ളത്, ഇത് യൂഷ്വലി യൂസ് ചെയ്യുക വല്ല കോറിഡോർ ലൈറ്റ് അല്ലെങ്കിൽ വാക്ക് വേ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഏരിയാസ്, അതായത് നമ്മൾ നടക്കുന്ന വഴിക്കൊക്കെ നല്ല ഭംഗിയിൽ മുകളിൽ നിന്ന് ലൈറ്റ് ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മളിത് വയ്ക്കുക. ഇത് മുകളിലേ വെക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഐ ലെവലിലും താഴെയായിട്ടും വെക്കുന്നത് നല്ലതല്ല. കാരണം ഇതിൻ്റെ ലൈറ്റ് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഭയങ്കര ലൈറ്റ് കണ്ണിലേക്ക് അടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഇതെപ്പോഴും നമ്മുടെ ഐ ലെവലിൽ മുകളിലേറ്റായിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. ഡോറിൻ്റെ പുറത്ത് ആൻഡ് കോറിഡോറ് അങ്ങനത്തെ സ്പേസസിലൊക്കെയാണ് ഇത് ഫിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ കാണിച്ച ലൈറ്റിൻ്റെ വില ഹോൾസെയിൽ ഇറ്റ് ഇസ് ഓൺലി 450 rupees. പിന്നെ റീറ്റെയിലായിട്ട് വാങ്ങുവാണെങ്കിൽ 675 ആണ്. അപ്പോൾ സൂപ്പർ ചീപ്പാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിൽ കുറച്ചും കൂടി ക്യാരക്ടർ കൊണ്ടുവരാൻ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉടനടി പോയിട്ട് ബാംബൂസ ക്രാഫ്റ്റിനെ കോൺടാക്ട് ചെയ്യുക ആൻഡ് അവരുടെ ഒരു 1000 കണക്കിന് പ്രൊഡക്ട്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. പൈൻ വുഡിൽ ഡാർക്ക് പോളിഷ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു മോഡേൺ ടൈപ്പ് പെൻഡന്റ് ലൈറ്റാണ്. ഒരു നല്ലൊരു സിമ്പിൾ ഒരു ട്രെപ്പിസോയിഡൽ ഷേപ്പ് വരുന്ന ഒരു പെൻഡന്റ് ലൈറ്റാണ്. അപ്പോൾ ഇത് ഒരു ഡാർക്ക് വുഡിലാണ് പോളിഷ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ലൈറ്റ് വുഡിലും അവൈലബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് ആകെ 450 rupees ഉള്ളൂ. സൂപ്പർ ചീപ്പ്. വേറെ ഒരുപാട് പെൻഡന്റ് ലൈറ്റ്സ് ഉണ്ട്. ഈ ലൈറ്റും നമുക്ക് തൂക്കിയിടാം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡാക്കി വെക്കാം, ടേബിളിൽ വെക്കാം. ഒരുപാട് ആപ്ലിക്കേഷൻസ് ആർ എൻലെസ്. എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഉപയോഗിക്കാം. നല്ല ലൈറ്റ് വരും, എന്നാൽ കുറച്ച് ഡിഫ്യൂസ് ആവും കാരണം ഈ പാറ്റേൺ ഉള്ളതുകൊണ്ട്. ഇതിനൊരു മോഡേൺ ലുക്കിലാണ് ചെയ്തിരിക്കുന്നത്, കണ്ടംപററി സ്റ്റൈലിൽ. ഈ വുഡ് പൈൻ വുഡാണ്. ഈ പാറ്റേൺ വരച്ചതല്ല, നാച്ചുറലായി വുഡിലേക്ക് ഉള്ളതാണ്. ആൻഡ് യാ, ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ്. 450 rupees ഉള്ളൂ. ഗോ ബൈ. അപ്പോൾ നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഈ ഫ്ലോറൽ പാറ്റേൺ ആണ്. അപ്പോൾ പൂക്കളുടെ ഇതൊരു ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് മീഡിയം ടോൺ കളറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കുറച്ചുകൂടി ഡാർക്കറാണ്, ഇത് ലൈറ്റാണ്. അതിലേറെ ലൈറ്റാണ് ഈ കളർ. അപ്പോൾ നിങ്ങൾ ഹോൾസെയിലിൽ വാങ്ങുകയാണെങ്കിൽ ആകെ 1250 ഉള്ളൂ ഓരോന്നിനും. റീറ്റെയിലിൽ വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് 1875 വരെയൊക്കെ പോകും. എന്നാലും പല ഡിസൈൻസ് ഉണ്ട്. ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് മോഡലാണ് കേട്ടോ 1800 ഒക്കെ വരുന്നത്, 1800 വരുന്നത്. മിനിമം റീറ്റെയിലിൽ വരുന്നത് 1300 പക്ഷെ എന്നാലും വളരെ ചീപ്പാണ്. കാരണം ഇങ്ങനത്തെ ലൈറ്റ് നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിയാൽ തന്നെ ഒരു 7000 മിനിമം 3000 ഒക്കെ വിൽക്കുന്നത്. 3000 വിൽക്കുന്ന ലൈറ്റ്സ് ആക്ച്വലി എൻ്റെ എക്സ്പീരിയൻസിൽ ഞങ്ങൾ ലൈറ്റ് വാങ്ങിയിട്ട് അത് വളരെ ലോ ക്വാളിറ്റി ആയിപ്പോയി. ഈ ലൈറ്റൊക്കെ നമുക്ക് ഒന്ന് തൊട്ട് നോക്കിയാൽ അറിയാം ഇതിൻ്റെ വെയിറ്റും ഇതിൻ്റെ സോളിഡ് ആണ്. ഇവർ ഉപയോഗിച്ചിരിക്കുന്ന പേപ്പർ കണ്ടാൽ തന്നെ അറിയാം. കണ്ടോ, ഇതിങ്ങനെ അമരുന്നൊന്നുമില്ല. സോ വളരെ സ്ട്രോങ് സോളിഡ് പേപ്പർ പോലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഹാറ്റ്സ് ഓഫ് ടു Bambusa for providing us with such cheap but really good quality products. ഇതേ കാറ്റഗറിയിൽ പെട്ടതാണ് ഈ ഒരു പെൻഡന്റ് ലൈറ്റ്.
അപ്പോൾ ഇതിൽ ബാംബുവിൻ്റെ നാച്ചുറൽ ഒരു കോൺടോർ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു റോപ്പ് വെച്ച് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ റോപ്പ് അനങ്ങൊന്നുമില്ല, ഒട്ടിച്ച് വെച്ചിട്ടൊന്നുമില്ല. ഇതിൽ നോക്കുകയാണെങ്കിൽ 2 ഹോള് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് റോപ്പ് എടുത്ത് ടോൾ ചെയ്തിരിക്കുന്നത്. സോ അവിടെ തന്നെ നമുക്ക് ഇവരുടെ പ്രൊഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ് മനസ്സിലാവും. അതായത് ഇവർക്ക് വേണമെങ്കിൽ വെറുതെ കയറെടുത്തൊന്ന് ഒട്ടിച്ച് പണി തീർക്കുമായിരുന്നു. ബട്ട് നോ, ഇവർ കുറച്ചുകൂടി വർക്ക് ചെയ്തു. ആൻഡ് ഇപ്പോൾ നമുക്ക് ഈ കയറ് കുറച്ച് പഴുതാവുകയോ ഫീഡ് ആവുകയോ ഒക്കെ ചെയ്ത് വെയിലത്തൊക്കെ വെച്ചാൽ കയറിന്റെ കളറൊക്കെ മാറും. വെള്ളം തട്ടിയാൽ ഇങ്ങനെ പിരിപിരിയായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് ഈ കയറൊക്കെ മാറ്റാനും വളരെ സുഖമാണ്. സോ ഇതൊരു പെൻഡന്റ് ലൈറ്റ് ആണ്. ഇത് തൂക്കിയിടാൻ പറ്റും, ഇല്ലെങ്കിൽ സ്റ്റാൻഡ് വെച്ച് ഇങ്ങനെ നിർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ കണ്ട ഈ നീളമുള്ള 2 ടൈപ്പ് ലൈറ്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ശരിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. കാരണം ഇത് തൂക്കിയിടാൻ പറ്റും പെൻഡന്റ് ആയിട്ട്. ഇത് തിരിച്ചു വെച്ച് നമുക്ക് ബെഡ് സൈഡിലൊക്കെ ടേബിളിന്റെ മുകളിലൊക്കെ സ്റ്റാൻഡ് ലാമ്പായിട്ട് വെക്കാം. ഇല്ലെങ്കിൽ ഇതിന് നല്ല നീളമുള്ള ഒരു സ്റ്റാൻഡ് കൊടുത്താൽ നമ്മൾ ഇരുന്ന് വായിക്കുന്ന സ്ഥലത്തിന്റെ അടുത്തൊക്കെ മുകളിൽ നിന്ന് കുറച്ച് ലൈറ്റ് വരാൻ വേണ്ടിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ്സ് ആണ്. സോ മൾട്ടി പർപ്പസ് ആണ്, എവിടെ വേണമെങ്കിൽ വെക്കാം. പിന്നെ ഈ ഡിസൈൻസ് മാത്രമല്ല, നിങ്ങൾ എന്ത് ഡിസൈൻ എന്ത് വേണമെങ്കിലും ഒരു ഫോട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഐഡിയാസ് ഒന്ന് വരച്ച് പറഞ്ഞാൽ മതി, അവർ അതേപോലെ കസ്റ്റമൈസ് ചെയ്ത് തരും. സോ ഇവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് കസ്റ്റമൈസേഷനിലാണ്. ആൻഡ് നിങ്ങൾക്ക് അത് ഹോൾസെയിൽ ആയിട്ട് വാങ്ങാം, വളരെ ചീപ്പാണ്. ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ഗസ് ചെയ്യും, ഒന്ന് 2 സെക്കൻഡ് എടുത്ത് ഗസ് ചെയ്യും. ഞാൻ പറയാം, ആകെ 510 രൂപയുള്ളൂ. 510 രൂപയ്ക്ക് ഇത്രയും നല്ലൊരു മെറ്റീരിയൽ, ഈ ബാംബു വിത്ത് ഈ ഒരു നാച്ചുറൽ ഷെയ്ഡ് വരുന്ന ബാംബു ആൻഡ് ഈ റോപ്പിന്റെ ഡീറ്റെയിൽസും ഇതെല്ലാം കൂടി വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഫോർ 510 ഇൻ ഹോൾസെയിൽ ഇസ് ഓസം. ഐ വുഡ് ടോട്ടലി ബൈ ദിസ്. ഈ ലൈറ്റ്സ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക കമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ ഏരിയാസിലാണ് അല്ലേ. അപ്പോൾ വല്ല ഹോട്ടൽ ഉള്ള ആൾക്കാർക്ക്, റെസ്റ്റോറൻറ്റ്, 5 സ്റ്റാർ ഹോട്ടൽസ്, ഇങ്ങനത്തെ സ്പേസസിലെല്ലാം ഈ വക ലൈറ്റ്സ് നമുക്ക് ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോട്ടലിന്റെ ലോഗോ പോലും ഇതിൽ പ്രിന്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയും വേഴ്സ്റ്റൈലാണ് ഈ ബാംബു എന്ന മെറ്റീരിയലും. ആൻഡ് അത്രയും ഹൈലി സ്കിൽഡ് ആണ് ബാംബൂസ ക്രാഫ്റ്റിയിലെ ക്രാഫ്റ്റ്സ്മെൻ. സോ ദിസ് ഈസ് അമേസിങ്. ഒറ്റൊരു ബാംബുവിലേക്ക് ഇത്രയും പാറ്റേൺസ് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. കാരണം എപ്പോഴാണ് പൊട്ടിപ്പോവാന്ന് പറയാൻ പറ്റില്ല. സോ വളരെ നല്ലൊരു ക്രാഫ്റ്റ്സ്മാൻ വിചാരിച്ചാലേ ഒരൊറ്റ വുഡിന്റെ തടിയിലേക്ക് ഇത്രയും ഡീറ്റെയിലിംഗ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം ഒന്ന് ചെറുതായി തെറ്റിപ്പോയി പൊട്ടിപ്പോകുന്ന ഒരു മെറ്റീരിയലാണ് വുഡ്. പക്ഷെ ഈ വുഡും പിന്നെ നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല. ഇത് കൊല്ലങ്ങളോളം ലാസ്റ്റ് ചെയ്യും. വുഡ് എന്ന മെറ്റീരിയൽ എന്ന് വെച്ചാൽ തന്നെ അത് നല്ല ഭംഗിയിലാണ് ഏജ് ചെയ്യുക. അതായത് പ്രായം ചെന്നാൽ പോലും അതിനൊരു ഭംഗിയുണ്ടാവും. കേരളത്തിലെ തറവാട് വീടുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കൊല്ലങ്ങൾ കടന്നിട്ടുണ്ട്, എന്നാലും അതിൻ്റെ ആ പഴയ വുഡിൻ്റെ ഐശ്വര്യം വേറെ തന്നെയാണ്. പിന്നെ ഈ ബാംബു കെമിക്കലി ട്രീറ്റഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫംഗസ് വരുന്ന കാര്യങ്ങളോ ഇങ്ങനെ ടേമൈറ്റ്സ് വരുന്ന കാര്യങ്ങളോ അങ്ങനത്തെ ഒക്കെ ഇതൊന്നും പേടിക്കേണ്ട. സോ അങ്ങനത്തെ ഒക്കെ ടോട്ടലി സേഫ് ആണ്. നമ്മളെല്ലാവരും ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ടെസ്റ്റ് ട്യൂബ് ചെടി എന്ന് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ കേട്ടോളൂ. ഇത് ചെടി നടുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ ഈ വെള്ളത്തിൽ വേരൊക്കെ ഇട്ട് വെക്കുന്ന ചെടികൾ നമുക്ക് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചാൽ അത് നന്നായി വളരും. സോ ഇതിങ്ങനെ തൂക്കിയിടാൻ പറ്റുന്നതാണ് വാളിൻ്റെ സൈഡിലേക്കും. പിന്നെ പാരപ്പറ്റെന്നൊക്കെ തൂക്കിയിട്ടോ ഇതിനുള്ളിൽ ചെടി നട്ടു വെച്ചാൽ നല്ല ഭംഗിയിലൊക്കെ ചെടി ഇങ്ങനെ 2 സൈഡിലേക്കൊക്കെ വളരും. സോ ഇറ്റ്സ് എ റിയലി കൂൾ ഡിസൈൻ. നല്ല ഹൈ ക്വാളിറ്റി ടെസ്റ്റ് ട്യൂബാണ്. സെയിൻ്റെ ടെസ്റ്റ് ട്യൂബ്സ് ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ടെസ്റ്റ് ട്യൂബ് ഇതിന്ന് പോരുന്നതൊന്നും പേടിക്കണ്ട, ഇറ്റ്സ് സ്ക്രൂ ഡ്രൈവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നല്ല ഹൈ ക്വാളിറ്റി ടെസ്റ്റ് ട്യൂബ്സ് ആയതുകൊണ്ട് പൊട്ടൊന്നുമില്ല. സോ ഇത് ചെയ്തിരിക്കുന്നത് പൈൻ വുഡിലാണ്. ആൻഡ് ഇത്രയും വലിപ്പമുള്ള പൈൻ വുഡ് ആയതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ്, 380 റുപ്പീസ്. ഇതിൻ്റെ ചീപ്പർ ഓപ്ഷൻസ് ഉണ്ട്, വെറും 300-ന് താഴെ വരുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഞാൻ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ചെടി വളർത്തുന്നത് സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ കണ്ടായിരുന്നു. അപ്പം ഞാനത് ഒരെണ്ണം വാങ്ങി, പക്ഷെ അത് ക്വാളിറ്റി ഭയങ്കര മോശമായിരുന്നു. ആൻഡ് അത് പൊട്ടിപ്പോവാണ് ചെയ്തത്. ആൻഡ് ആ വുഡ് ഇപ്പോൾ കാണാൻ ഒരു ഭംഗിയുമില്ല. അതിങ്ങനെ കുറച്ച് നമ്മൾ ചെടിക്ക് വെള്ളം നനച്ചിട്ട് ആ വെള്ളം തട്ടിയിട്ട് ആ വുഡിൻ്റെ ഭംഗിയൊക്കെ പോയി. പക്ഷേ ബാംബൂസ ക്രാഫ്റ്റിയുടെ യൂസ് ചെയ്തിട്ടോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കാരണം വുഡ് പോളിഷ്ഡ് ആണ്, വാട്ടർ ഡാമേജ് ഒന്നും ഏൽക്കത്തില്ല. ആൻഡ് ഈ ടെസ്റ്റ് ട്യൂബ്സ് വളരെ സ്ട്രോങ് ആണ്, പൊട്ടിപ്പോകുന്നില്ല. സോ നിങ്ങൾ പേടിക്കേണ്ട. ബാംബൂസ ക്രാഫ്റ്റിയുടെ പ്രൊഡക്ട്സിൻ്റെ ഒരു സമ്മറി ആയിട്ട് പറയാം. അപ്പോൾ ടോട്ടലായി നോക്കുകയാണെങ്കിൽ ബാംബൂസ ക്രാഫ്റ്റി ലൈറ്റിംഗ് മാത്രമല്ല,
നമുക്ക് ചെടി നടാനുള്ള പ്രൊഡക്ട്സും പിന്നെ വീട്ടിലെന്തെങ്കിലും നമുക്ക് ഷോ കേസ് ചെയ്യാനുള്ള പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ അതെല്ലാം നമുക്ക് ചെയ്ത് ബേസിക്കലി നല്ല ഹൈ ക്വാളിറ്റി വുഡൻ പ്രൊഡക്ട്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ബാംബൂസ ക്രാഫ്റ്റിനെ കോൺടാക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയാൽ തന്നെ കാണാം ഇവർ എത്ര കസ്റ്റം ഡിസൈൻസ് ചെയ്യുന്നുണ്ടെന്ന്. ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഈ ലൈറ്റ് പല ഡിസൈൻസിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കാണുന്ന ഡിസൈൻ നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണോ ഏത് പാറ്റേൺ വേണോ അതെല്ലാം ഇവർ കട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കമ്പനിയുടെ ലോഗോ നിങ്ങളുടെ പേര് എഴുതാം, അങ്ങനത്തെ കാര്യങ്ങൾ എന്തും ചെയ്യാം നമുക്ക് ഈ ലൈറ്റിലേക്ക്. ആൻഡ് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇപ്പോൾ സർക്കുലർ പാറ്റേൺസ് ഉണ്ട്, പിന്നെ നല്ല സ്പൈറൽ പാറ്റേൺ ഉണ്ട്, ജാപ്പനീസ് ഇൻസ്പയർഡ് ബ്ലോക്ക് പാറ്റേൺസ് ചെയ്ത് നല്ല മോഡേൺ ലുക്കാണ്. ആൻഡ് ഇതൊരു നല്ല വെറൈറ്റി ആണ്, കാരണം ബാംബൂവിനെ ഇങ്ങനെ നടു കീറിയിട്ട് റോപ്പ് വെച്ച് ഇങ്ങനെ ടൈ ചെയ്ത് വെച്ച ഒരു ഇല്യൂഷൻ. അത് ശരിക്കും ഒരു ഇല്യൂഷൻ ആണ്. ശരിക്കും അങ്ങനെ റോപ്പ് കാരണമല്ല അത് സപ്പോർട്ട്, അത് അങ്ങനെ നിൽക്കും. പക്ഷെ ആ റോപ്പ് കാരണം ലൈക്ക് ആ ബാംബു ഇങ്ങനെ വിടരാൻ പോവാണെന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ബാംബുവിനെ കട്ട് ചെയ്ത് ഒപ്പം വലിച്ചു കെട്ടിയിരിക്കുകയാണ് ഈ പ്രൊഡക്റ്റിൽ ചെയ്തിരിക്കുന്നത്, വിച്ച് ഇസ് സോ കൂൾ. ഇതേപോലെ ഇതിൻ്റെ പോട്ടും ഉണ്ട് കേട്ടോ, നമുക്ക് ചെടി നടാൻ പറ്റുന്ന. പിന്നെ അങ്ങനെ വേറെ കുറേ ഡിസൈൻ ചെയ്യുന്നുണ്ട്, കുറച്ച് എത്നിക്കും മോഡേണും എല്ലാത്തരം ഡിസൈൻസ് അവൈലബിൾ ആണ്. പിന്നെ മീഡിയം സൈസ് പെൻഡൻസ് ഞാൻ കാണിച്ചു, അതേപോലെ കുറേ ഉണ്ട്. ഇത് കുറച്ചുകൂടിയും ചീപ്പർ റേറ്റിനുള്ളതാണ്, പക്ഷേ മെറ്റീരിയലൊക്കെ സെയിം ആണ്, മെറ്റീരിയലും ഫിനിഷും എല്ലാം സെയിം ആണ്, കുറച്ച് സൈസ് ചെറുതാണെന്നുള്ളൂ. പിന്നെ നമ്മളുടെ ക്യൂട്ട് പെൻഡൻറ്റ് ലൈറ്റ്സ്, അത് പൈൻ വുഡിൽ വരുന്ന പല ഷേപ്പിൽ. ഇപ്പോൾ ഞാൻ കാണിച്ച കുറച്ച് സർക്കുലർ ആണ്, പക്ഷെ അത് പല ഷേപ്പിലും വരുന്നുണ്ട്. കോണിക്കൽ, പിരമിഡ്, യു ക്യാൻ ഡു സ്ക്വയർസ്. ആൻഡ് അവരിപ്പോൾ ഡിഫറെൻ്റ് ആയി ചെയ്യുന്നത് ഈ ബൾബ് ഇൻകാൻഡസെൻറ്റ് ബൾബ് വെച്ചിട്ട് നമുക്ക് വെറുതെ ടേബിളിലൊക്കെ വെറുതെ വെച്ചാൽ മതി, അങ്ങനത്തെ ഒക്കെ. പിന്നെ റെക്ടാങ്കുലർ ആയിട്ടുള്ള ലൈറ്റും വരുന്നുണ്ട്. അങ്ങനെ ഏറെക്കുറെ. പിന്നെ ഇതൊരു ബക്കറ്റ് കമത്തിയ പോലത്തെ, പിന്നെ ഇതൊരു വുഡൻ ഡ്രം കമത്തിയ പോലത്തെ ലൈറ്റൊക്കെയാണ്. വളരെ ആൻറ്റീക് ലുക്കും ഫീലുള്ള ലൈറ്റാണ്. സോ ദിസ് ഇസ് സംതിങ് ഐ റിയലി ലൈക്ക് ദിസ്. പിന്നെ ഒരുപാട് മോഡേൺ കണ്ടംപററി ഡിസൈൻസ് ഇവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ബാംബു കൊണ്ട്. ഇപ്പോൾ ആ ഫോട്ടോസാണ് ഇതൊക്കെ, കുറച്ചുകൂടിയും ഇപ്പോഴത്തെ സ്റ്റൈലും ട്രെൻഡിങ്. പിന്നെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കുനുകുനാന്ന് ഡിസൈനൊക്കെ ചെയ്ത ലൈറ്റുകളുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാൻ. അതിൻ്റെ റേറ്റ് ഒക്കെ ആകെ 1500 വരുന്നുള്ളൂ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടും ഇറ്റ്സ് ഓൺലി ഫോർ 1500. നിങ്ങൾ ഇത് ഓൺലൈൻ വാങ്ങാൻ പോയാൽ മിനിമം 7000 എല്ലാം പൊട്ടും. പിന്നെ ഭയങ്കര ചീപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 3000 കിട്ടും. പക്ഷെ അതൊന്നും ഒരിക്കലും ലാസ്റ്റ് ചെയ്യൂല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഹ്യൂമിഡിറ്റി, നമ്മൾക്ക് 95% ആണ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ നമ്മളുടെ എയറിൽ, കാറ്റിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. 95% ആണ് കേരളത്തിൽ. 95 to 99% ഒക്കെ ഹ്യൂമിഡിറ്റി ഒക്കെ കേരളത്തിൽ കോമൺ ആണ്, എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഇതിൽ വരുമ്പോഴാണ് വുഡ് പെട്ടെന്ന് നാശമാകുന്നത്. സ്പെഷ്യലി ബാംബു പ്രൊഡക്ട്സ് നാശമാവാൻ കുറച്ച് ടെൻഡൻസി കൂടുതലാണ്. പക്ഷേ ഇവരുടെ പ്രൊഡക്ട്സ് അങ്ങനെയല്ല, വളരെ നല്ല ക്വാളിറ്റി ആണ്. പിന്നെ പൊതുവെ ബാംബുവിൽ കണ്ടുവരുന്ന ബ്ലാക്ക്നെസ്സും ഫംഗസും അങ്ങനത്തെ ഒന്നും വരില്ല, കെമിക്കലി ട്രീറ്റഡ് ആണ്. പിന്നെ ഇവരുടെ ടെസ്റ്റ് ട്യൂബ് ചെടികളുടെ സീരീസ് ഉണ്ട്. സോ ഇത് കണ്ടാൽ ഇത് ശരിക്കും ഒരു പോട്ടല്ല, ടെസ്റ്റ് ട്യൂബ് ആണ്. പക്ഷെ ഒരു പോട്ടിൻ്റെ ഇല്യൂഷനിൽ ടെസ്റ്റ് ട്യൂബ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ അതേപോലെ ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ വെറും 280 rupees ഉള്ളൂ. സോ ചീപ്പ്, നമുക്ക് ഹോൾസെയിലായിട്ട് ഒരുപാട് വാങ്ങി വെക്കാൻ പറ്റും. പിന്നെ ഈ പ്രൊഡക്റ്റ് ഒക്കെ 280 rupees വളരെ ചീപ്പാണ്. കാരണം വാളിൽ ഫിറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് പൊതുവേ ഭയങ്കര വിലയായിട്ടാണ് വരിക. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് 280 rupees. അപ്പോൾ വളരെ ചീപ്പാണ്. ഞാൻ ചീപ്പാണെന്ന് പറയുന്നത് 280 rupees വളരെ ചീപ്പായ ഒരു എമൗണ്ട് ആയതുകൊണ്ടല്ല. പക്ഷെ ഈ സെയിം പ്രൊഡക്റ്റ് വേറെ എവിടെയെങ്കിലും വാങ്ങാൻ പോയാൽ ഭയങ്കര ഹൈ റേറ്റ് ആണ്. ഇവർ മാത്രമാണ് റേറ്റ് ഒക്കെ കുറച്ച് വിൽക്കുന്നത്. വേറെ എവിടെയും ഇത്രയും റീസണബിൾ റേറ്റ്സ് ഞാൻ കണ്ടിട്ടില്ല. സോ ബാംബൂസ ക്രാഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻലി ഇവരുടെ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്. സോ ബാംബൂസ ക്രാഫ്റ്റിനെ കുറിച്ച് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇവരുടെ മാനുഫാക്ചറിങ് ക്വാളിറ്റിയാണ്. ഇവർ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ, ഇവർ
ഡിസൈനിൽ പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി എല്ലാം ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇപ്പം ഞാൻ ഈ ഡിസൈനൊക്കെ നോക്കുമ്പോൾ കണ്ടോ, ഇത് ഒട്ടും റഫ് അല്ല ഉള്ളിൽ, ആൻഡ് ഇറ്റ്സ് ലൈക്ക് എല്ലാം നല്ല സ്മൂത്തും ചെയ്ത് വിട്ടിട്ടുണ്ട്. പൊതുവേ വുഡിലൊക്കെ ഡിസൈൻസ് കണ്ട് ഭയങ്കര റഫായിരിക്കും, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു തട്ടിപ്പ് പണി ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇവരുടെ പ്രൊഡക്ട്സിൽ അങ്ങനെയല്ല, വളരെ നല്ല ക്വാളിറ്റിയാണ്, നല്ല ആത്മാർത്ഥമായിട്ട് ഡിവോട്ടഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ്. ആൻഡ് ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ജെയിൻ ബാംബു ആൻഡ് പൈൻ വുഡാണ്. ഇപ്പോൾ ജെയിൻ ബാംബു ഇവർ വയനാട് നിന്ന് സ്പെഷ്യലായിട്ട് വരുത്തി കെമിക്കലി ട്രീറ്റ് ചെയ്ത് പിന്നെയാണ് ഇവർ പ്രൊഡക്റ്റ് ചെയ്തിട്ട്, പിന്നെ പ്രൊഡക്റ്റ് എല്ലാം പോളിഷ്ഡ് ആണ്. സോ നിങ്ങൾക്ക് ഡാമേജിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കാനില്ല. പിന്നെ അവർ യൂസ് ചെയ്യുന്ന പൈൻ വുഡ് വളരെ നല്ല ഹൈ ക്വാളിറ്റി വുഡാണ്. ശരിക്കും ഇതൊരു വൈറ്റ് വുഡാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിന് അടിക്കാം. ആൻഡ് ഈ ഡിസൈൻസ് ഒക്കെ നാച്ചുറൽ ആണ്, ഇതൊന്നും പെയിൻറ്റഡ് അല്ല. കണ്ടോ, വളരെ നല്ലൊരു ഡിസൈനാണ് ഇതിലൊക്കെ വരുന്നത്. എല്ലാ വുഡിലും ഈ ഡിസൈൻ കിട്ടില്ല, പൈൻ വുഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. സോ പൊതുവേ പൈൻ വുഡ് പ്രൊഡക്ട്സ് ഭയങ്കര റേറ്റിനാണ് വിൽക്കുന്നത്. നിങ്ങളൊന്ന് ഓൺലൈൻ പോയി ചെക്ക് ചെയ്താൽ തന്നെ കാണാം. പക്ഷേ ഇവർ നല്ല ചീപ്പ് റേറ്റ്സിനാണ് പൈൻ വുഡിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്നത്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ ബാംബൂസ ക്രാഫ്റ്റി ഇവർ ഓൺലൈനിലൂടെ വിൽക്കുന്നുണ്ട്. ആൻഡ് ഇവരുടെ ഷോപ്പും ഉണ്ട് കൊല്ലം, കോട്ടയം ഭാഗത്തൊക്കെ. പിന്നെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് അവർക്ക് DM ചെയ്താൽ തന്നെ അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. ആൻഡ് യു ക്യാൻ ബൈ ആൻഡ് മേക്ക് യുവർ ഹൗസസ് ബ്യൂട്ടിഫുൾ വിത്ത് ബാംബൂസ ക്രാഫ്റ്റി. സോ ഇന്ന് നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് നോക്കാൻ പോവാണ്. They are sponsored by this awesome company called Bambusa Crafty. അവരുടെ പ്രൊഡക്ട്സ് അവരെനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓണസ്റ്റ് റിവ്യൂ ആൻഡ് പ്രൊമോ ചെയ്യാനാണ് ഈ വീഡിയോ മെയിനായിട്ട്. അപ്പം ഞാൻ ഇവരുടെ കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമ്മളിപ്പോൾ ഇവരുടെ പ്രൊഡക്ട്സ് കണ്ടു. ആൻഡ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇവർ പ്രൊഡക്റ്റ് കസ്റ്റമൈസ് ചെയ്യുമെന്നാണ്. കസ്റ്റമൈസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അവർ ആ രീതിക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരും. അപ്പോൾ കസ്റ്റമൈസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പല ഡിസൈൻസ് കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഇവരോട് പറഞ്ഞ് അതേ രീതിക്ക് അവരത് ചെയ്തു തരും. ആൻഡ് ഇഷ്ടമുള്ള കളേഴ്സിൽ ചെയ്യാം, ഇഷ്ടമുള്ള സൈസസിൽ ചെയ്യാം. ആൻഡ് ഇവരുടെ പ്രൊഡക്ട്സ് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഫോർ എക്സാമ്പിളായിട്ട് ഇതെടുക്കാം. ഇതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരത് തൂക്കിയിടാൻ പറ്റുന്ന രീതിക്കാണ് എനിക്ക് അയച്ചു തന്നത്. പക്ഷെ ഇത് തൂക്കിയിടണം എന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഇതൊരു ടേബിളിൻ്റെ മുകളിൽ വെറുതെ വെക്കുന്നതായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു നല്ല നീളമുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ബെഡിൻ്റെ സൈഡിലോ ഒരു റീഡിങ് കോർണറിൻ്റെ സൈഡിലേക്കൊക്കെ വെക്കുന്ന ഒരു പ്രൊഡക്റ്റായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിന്. അപ്പോൾ ഒരുപാട് വേഴ്സറ്റൈലാണ്, ഫ്ലെക്സിബിളാണ്. പല പല രീതികൾക്ക് നമുക്ക് ഇവരുടെ ഒരു പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. സോ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എങ്ങാനും നിങ്ങൾക്ക് വീട് മാറിപ്പോയാൽ തന്നെ തൂക്കിയിട്ട ലൈറ്റ് വീട്ടിൽ തൂക്കാൻ സ്ഥലമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈറ്റ് സുഖമായിട്ട് ഒരു ടേബിൾ ലാമ്പ് ആക്കാം, ബെഡ് സൈഡ് ലാമ്പ് ആക്കാം, ഇല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞ പോലെ സ്റ്റാൻഡ് വെച്ചിട്ട് റീഡിങ് കോർണറിലേക്കുള്ള ലൈറ്റ് ആക്കാം. സോ ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. സോ ദാറ്റ് വാസ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ ഗൈസ്. ഐ ഹോപ്പ് യു ലൈക്ഡ്. വളരെ ഇൻഫോർമേറ്റീവ് ആയി എന്ന് തോന്നുന്നു. കാരണം ലൈറ്റിങ്ങിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ്. ഈ ഇൻറ്റൻസിറ്റി, ടെമ്പറേച്ചർ, ഈ വാം ലൈറ്റ് ഉണ്ട്, അത് വാം ലൈറ്റ് ആണ് നല്ലത്, ബ്ലൂ ലൈറ്റ് മോശമാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. നമ്മളെപ്പോഴും ഫോണിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് ബ്ലൂ ലൈറ്റ് റേഡിയേഷനാണ് നമുക്ക് എപ്പോഴും എടുക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നു. ആൻഡ് ഇഫ് ഇറ്റ് വാസ് ദെൻ പ്ലീസ് സബ്സ്ക്രൈബ്. ആ ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ എപ്പോൾ വീഡിയോ ഇടുമ്പോഴും അറിയാൻ പറ്റും. സോ നമ്മളുടെ ഗോൾ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആണ്. സോ അതെത്താൻ വേണ്ടി സഹായിക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബൈ ഗൈസ്.